പാർത്ഥം കുഞ്ഞായത് കാരണം നമ്മൾ കയറിയ റൈഡ്സിലൊന്നും അവനങ്ങനെ കയറാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഫ്രം ദ മൊമെൻറ്റ് വി എൻറ്റേർഡ് അണ്ടിൽ ദ വെരി ലാസ്റ്റ് റൈഡ് നമ്മളെല്ലാം എൻജോയ് ചെയ്തു. ഫുൾ ഓഫ് എനർജി, ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്, ഒരു രക്ഷയില്ലായിരുന്നു. ഓരോ സോണിനും അതിൻ്റേതായിട്ടുള്ളൊരു വൈബാണ്. ഇറ്റ്സ് ഓൺ വേൾഡ്, ഇറ്റ്സ് ഓൺ മാജിക്. അതെല്ലാം തന്നെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലേക്ക് തിരിച്ച് പോവുക ചെയ്യുന്നത്. വേണമെന്നുള്ളവർക്ക് സ്വന്തം റിസ്കിൽ ക്യാബ് ബുക്ക് ചെയ്തിട്ട് അവർക്ക് ഷോപ്പിങ്ങിന് പോവാം. ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ 2 ഫാമിലി, അമ്മയും ഞാനും പാത്തുവും ജമീലാൻ്റെയും ഫാമിലിയും, ഞങ്ങൾ 2 ഫാമിലി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. കാരണം നാളെ കിട്ടുന്ന സമയം നമ്മളല്ലേ ആൾക്കാർ, ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് ഇന്ന് തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. നമ്മൾ മുസ്തഫ മോൾ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ പോയത്. എൻ്റെ ദൈവമേ, അവിടെ ഇനി ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. ഒരു സെക്ഷൻ ഫുൾ ഷൂസ്, ഒരു സെക്ഷൻ ഫുൾ ക്ലോത്തിങ് ഐറ്റംസ്, ജെൻസിൻ്റെ വേറെ, ലേഡീസിൻ്റെ വേറെ, ഒരു സെക്ഷൻ ഫുൾ ബാഗ്, അവിടെ എല്ലാം ഉണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തു. പെട്ടി പാക്ക് ചെയ്യുകയായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നാളെ രാവിലത്തെ ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് നൈറ്റാണ് സിംഗപ്പൂരിൽ. നാളെ രാത്രി നമ്മൾ ഫ്ലൈറ്റ് കയറും, ട്രിവാൻഡ്രം എത്തും. പകൽ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ബേർഡ് പാരഡൈസിൽ പോകുന്നുണ്ട്, ഷോപ്പിംഗ് ഉണ്ട്. സമയം 1:30 ആയിട്ടുണ്ട്. ഇവിടെ പാർത്തിന് ഉറങ്ങി, അമ്മ ഉറങ്ങാൻ കിടന്നു. 2.5 hours ahead ആണ് ഇന്ത്യൻ ടൈമിനേക്കാളും. അപ്പോൾ ഞാനും കിടക്കാൻ പോകുന്നു. നാളെ രാവിലെ എണീക്കണം, എല്ലാം ചെക്കൗട്ട് ചെയ്ത് ലോബി കൊണ്ടുപോയി വെക്കണം സാധനങ്ങളൊക്കെ. അപ്പോൾ കിടന്ന് കുറച്ചൊരു ഉറക്കം കിട്ടിയാലേ ശരിയാവുള്ളൂ. അപ്പോൾ നാളെ എവിടെയാണ് പോകണേ, നാളത്തെ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം കേട്ടോ. A few moments later. അങ്ങനെ നമ്മളതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റെഡിയായി ഇറങ്ങി. നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന് അതിൻ്റെ ഒരു വൈക്ലഭ്യ ചുഞ്ചിടുത്തം എൻ്റെ മോളിൻ്റെ മുഖത്തുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബേർഡ് പാരഡൈസിലേക്കാണ്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു അടിപൊളി വാട്ടർഫോൾ എക്സ്പീരിയൻസ് കിട്ടും. വെൽക്കം ടു മാൻഡായ് വൈൽഡ് ലൈഫ് വെസ്റ്റ്. മാൻഡായ് വൈൽഡ് ലൈഫ് റിസർവിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു ബേർഡ് പാർക്ക്. ബേർഡ് പാരഡൈസിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ് പെൻഗ്വിൻ സോൺ. നമ്മൾ അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു സഡൻ ഡ്രോപ്പ് ഓഫ് ടെമ്പറേച്ചർ ഫീൽ ചെയ്യും. അതായത് പെൻഗ്വിൻസ് ലിവ് ചെയ്യുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡിസൈനിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്ത് രസമാണ് നോക്കിക്കാൻ നടന്നു പോകുന്നത് കാണാനായിട്ട് തക്കുടൂസ്. ഇച്ചിരി നടക്കാനുണ്ട്. ഒന്നുമല്ല, മലേഷ്യയിൽ നമ്മൾ ഫസ്റ്റ് ഗന്തിങ്ങിൽ നടന്നത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ചെറുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ നടക്കുന്നത്. എന്ത് രസമല്ലേ കാണാനായിട്ട്, ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട്. ഫ്ലമിംഗോസിനെ കണ്ടു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു ഷോ കാണാനാണ്. ലൈവ് ഫ്ലൈയിങ് ഷോ ആണ്. The ultimate predator. Medium-sized raptors, but don't let their size fool you, because they can steal a prey from a bird as big as the white-bellied seagull. And when you're walking around our parks in Mandai, still remember to look up, because you
blind in both eyes. That is why we have to hand feed him every single day. But nonetheless, our raptors, they love to stay active and stimulated. That is why... Well, they soar 8,000 feet higher in the skies, reigning over the other vultures. And did you know that when the king descends upon a carcass, other vultures will make way for the king? And that is because these birds, they have strong and sharp, powerful beaks. And they're able to rip apart and access parts of the carcass that other smaller vultures are not able to. But they don't just and these birds are the middleweights who eat the flesh and organs of the carcass. Once the carcass is found, they will wait nearby before beginning to feed. But once they get going, about 100 of these birds would gather for their meal. Well, once again, thank you all so much for joining us here today. അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. തിരിച്ച് എൻട്രിയുടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇടയ്ക്ക് സുവനീർ ഷോപ്പുണ്ട്, അങ്ങോട്ടേക്ക് കയറണം. ദേ നമ്മൾ തിരിച്ച് വാട്ടർഫോളിൻ്റെ അവിടെ തന്നെ എത്തി. നമ്മുടെ ബസ് വന്ന് കിടപ്പുണ്ട്, ബസ്സിൽ കയറാം. അയ്യോ, എല്ലാം തീർന്നു മക്കളെ, തീർന്നു. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ചിട്ട് ഷോപ്പിംഗ് ടൈമാണ്. നമ്മൾ ഇന്നലെ പോയില്ലേ മുസ്തഫ സെൻറ്റർ, അവിടെ തന്നെയാണ് ഇന്നും പോകുന്നത്. ബാക്കിയുള്ളവരാരും പോയില്ലല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, മുസ്തഫ സെൻറ്ററിൽ തന്നെ പോയാൽ മതി, എല്ലാം അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചു. ഇതേ മുസ്തഫ സെൻറ്ററിലെത്തി. ഇനി ഷോപ്പിംഗ് ടൈമാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും കസിൻസിന് വേണ്ടിയിട്ടും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബാഗ് തപ്പി കേട്ടോ. ബാഗ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഹൈ എൻഡ് ബാഗ്സിൻ്റെ ഡ്യൂപ്പ് ഇവിടെ അവൈലബിൾ ആണ്. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ നാട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അയ്യോ, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതേ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമാധാനമുള്ളൂ കേട്ടോ. കാരണം ലഗേജിൻ്റെ വെയിറ്റ് ഇച്ചിരി കൂടി പോകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം നമ്മൾ ഷോപ്പിംഗ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണല്ലോ തിരിച്ച് പോകുന്നത്. അപ്പോൾ ചെറിയൊരു സംശയമുണ്ട് എനിക്ക്, അതിൻ്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. ട്രിപ്പ് അവസാനിക്കുമ്പോൾ എപ്പോഴും ഒരു വിഷമമാണല്ലേ. ഇത്രയും ദിവസം ഫുൾ ഓഫ് എനർജി, ഒരു ക്ഷീണവും ഇല്ല, എല്ലാം തകർത്ത് വെച്ച് നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഇത് എയർപോർട്ടിൽ പോകുമ്പോൾ എല്ലാവരും ഒരു ചെറിയൊരു സങ്കടത്തോടെയാണ് ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ ഒരുമാതിരി കാറ്റഴിച്ചു വിട്ട ബലൂൺ കണക്കാ, ക്ഷീണിമ എല്ലാം ഉണ്ട് ഇപ്പോൾ. വെയിറ്റ് കറക്റ്റായിരുന്നു കേട്ടോ, എക്സ്ട്രാ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് അതൊരു സമാധാനമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ കഴിക്കാൻ പോവുകയാണ്. കാരണം ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ഒന്നും കഴിക്കാനുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ തന്നെ അനുമാനിക്കാം. അയ്യോ, നമ്മുടെ സിംഗപ്പൂർ ട്രിപ്പ് തീർന്നടാ. അങ്ങനെ നമ്മളിതേ ഫ്ലൈറ്റ് കയറി. ഇനി നേരെ ട്രിവാൻഡ്രത്തേക്ക്. ഉറക്കം ഉറങ്ങി എണീക്കുമ്പോഴേക്കും ട്രിവാൻഡ്രം എത്തുമായിരിക്കും. ഒരു 10-10:30 ഒക്കെ ആകുമ്പോഴേക്കും എത്തുമായിരിക്കും ട്രിവാൻഡ്രം. അങ്ങനെ നമ്മളിതേ ട്രിവാൻഡ്രം എത്തി. ദ എയർക്രാഫ്റ്റ് ഈസ് അബൌട്ട് ടു ടച്ച് ഡൗൺ.
സിംഗപ്പൂർ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? പൂജയാണ് ഈ ട്രിപ്പ് അറേഞ്ച് ചെയ്തത്. കമ്പനിയുടെ പേര് സിയാൽഗോ ആണ്. അങ്ങനെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നേരെ ഇനി വീട്ടിലേക്ക് പോവാ. പിന്നെ പെട്ടി പൊട്ടിക്കുന്ന ആ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സിംഗപ്പൂർ മലേഷ്യൻ ട്രിപ്പിന്റെ വീഡിയോസ് ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാഡാ.